അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താങ്ങായി തണലായി ജീവിച്ച അബൂ ത്വാലിബ്, അദ്ദേഹത്തിൻ്റെ പ്രായം 87 അടുത്തിരിക്കുന്നു. വാർദ്ധക്യം അദ്ദേഹത്തെ അവശനാക്കിയിരിക്കുന്നു. രോഗശയ്യയിലാണ്, അദ്ദേഹം കിടപ്പിലാണ്. ദഖല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സ്വർഗം നിർബന്ധമാക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷയേകുന്ന ആദർശം അത് കൈമാറുന്നതിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിരിക്കുന്നു. വ ഇൻദഹു അബൂ ജഹൽ വ അബ്ദുല്ലാ ഇബ്നു അബി ഉമയ്യ. അബൂ ജഹലിനെ പോലെ മക്കയിലെ പ്രമാണിമാർ, നേതാക്കന്മാർ അബൂ ത്വാലിബിൻ്റെ അരികിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു തുടങ്ങി. യാ അമ്മി കുൽ ലാ ഇലാഹ ഇല്ലല്ലാ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ പറയണേ. സ്നേഹത്തോടുകൂടെയാണ്, ഗുണകാംക്ഷയോടുകൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം. കലിമത്തൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാ പറയുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ അരികിൽ സംസാരിക്കാം. ഫഖാല അബൂ ജഹൽ, ആ സമയത്ത് സംസാരം കേട്ടുനിന്ന മുശ്രിക്കീങ്ങളുടെ നേതാവ് അബൂജഹലിൻ്റെ ചോദ്യം, അത്തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിൽ നിന്ന് താങ്കൾ വഴിമാറിപ്പോവുകയാണോ അബൂ ത്വാലിബ്? കാരണവന്മാരായി നമ്മൾ സ്വീകരിച്ച ആദർശത്തിൽ നിന്ന്, നമ്മളുടെ പിതാക്കന്മാരുടെ ആദർശത്തിൽ നിന്ന് ഒരു പുത്തൻ വാദത്തിലേക്ക് താങ്കൾ പോവുകയാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ അബൂ ത്വാലിബിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ അദ്ദേഹം പറയുന്നത് അല മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാനിതാ അബ്ദുൽ മുത്തലിബിൻ്റെ മതത്തിലായി മരണപ്പെടുന്നു. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ, മുഹമ്മദേ നിന്റെ ദീനാണ് സത്യം എന്നെനിക്കറിയാം. ഇവിടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും മുഹമ്മദേ താങ്കളുടെ മതത്തിൽ ഞാനും ഉണ്ടാകുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനാഥത്വം നിറഞ്ഞ ബാല്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണലായ, എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്തുപിടിച്ച, ഉപരോധത്തിൻ്റെ കാലത്ത് മക്കൾക്ക് പകരം മക്കൾ കിടന്ന വിരിപ്പിലേക്ക് റസൂലുള്ളാഹിയെ പറഞ്ഞയച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിലേക്ക് മക്കളെ കൊണ്ടുവന്ന് കിടത്തി, ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്രമിക്കപ്പെടരുത് എന്ന് പ്രവാചകനോട് ഗുണകാംക്ഷ വെച്ചു പുലർത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അബൂ ത്വാലിബ്, ആ അബൂ ത്വാലിബിന് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ല. ഹിദായത്ത് ലഭിക്കാതെയാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ തൗഫീഖാണ് ഹിദായത്ത് എന്നുള്ളത്. തൗഹീദ് സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഉപ്പാക്ക് ലഭിക്കാതെ പോയ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ പലർക്കും ലഭിക്കാതെ പോയ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യമാർക്ക് ലഭിക്കാതെ പോയ വലിയ സൗഭാഗ്യമാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് എങ്കിൽ ആ ഹിദായത്തെന്ന തൗഫീക്കിന് നമ്മൾ എത്രമാത്രം ശുക്ർ ചെയ്യുന്നുണ്ട് എന്നതാലോചിക്കുക. ഹിദായത്ത് നൽകിയ റബ്ബിന് ശുക്ർ കാണിക്കാൻ, ആ തൗഹീദിലായി സത്യത്തിലായി മരണപ്പെടാൻ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.